ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചരണം ശക്തമാക്കുകയാണ്. ഇപ്പോൾ 3ാം ഘട്ട പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്കാണ്. അതായത് മറ്റു സ്ഥാനാർത്ഥികൾ നമ്മൾ വളരെ നേരത്തെയാണ് സി കൃഷ്ണകുമാർ പ്രചരണം ആരംഭിക്കുന്നത്. ശബരിമല വിഷയമാണ് തന്നെയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കൽപ്പാത്തിയിലെ പ്രചരണത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് അയ്യപ്പൂർ എന്ന പ്രദേശത്താണ്. വളരെ വമ്പിച്ച സ്വീകരണം തന്നെയാണ് ഇവിടെ ഓരോ പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയിൽ നിന്നും ലോകസഭയിലേക്ക് എന്നതിന് പ്രചരണമാണ് ശക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ഉറച്ച തീരുമാനം തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ശബരിമല വിഷയത്തിനാണ് ഇവർ ഇപ്പോഴും ആയുധമായി എടുക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ബി.ജെ.പിയുടെ ആദ്യ നഗരസഭയാണ് പാലക്കാട് നഗരസഭ. അതുകൊണ്ട് തന്നെ അതിൽ ആ നഗരസഭയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പ്രചരണം ശക്തമാക്കുന്നത്. കേരളത്തിലെ ആദ്യ നഗരസഭയിൽ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഊന്നി തന്നെയാണ് ഇപ്പോൾ പ്രചരണം ശക്തമാക്കുന്നത്. 120 കോടി രൂപയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതികളുടെ നഗരസഭ നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നാണ് ജലദൗർലഭ്യവും അവിടുന്ന് ജലലഭ്യതയില്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ആ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഏകദേശം 220 കോടി രൂപ ചെലവഴിക്കുകയാണ് ഇപ്പോൾ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു പ്രചരണം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 520 കോടിയാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രചരണം ശക്തമാക്കുകയാണ്. വിജയ സാധ്യത ഉറപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ക്യാമറ വിശാലിനൊപ്പം മലയാളത്തേക്കാണ് ദിലീപ് കുമാർ. താമരയുടെ ആളത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ശ്രീ കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുക. നമുക്ക് വേണം മോദി ഭരണം, വീണ്ടും വേണം മോദി ഭരണം, പാലക്കാടിന് വേണം മോദി ഭരണം. ഇതാ പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ നിങ്ങളുടെ അനുവാദം തേടിക്കൊണ്ട്, നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം തേടിക്കൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരുന്നു.